ശ്രീമതി പത്മിനി തോമസ് എങ്ങനെ പ്രതികരിക്കുന്നു ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ? ആരാധികയാണ് ഞാൻ. കാര്യം ഫുട്ബോൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇനമാണ്. അത് നമുക്കറിയാം, കേരളത്തില് ഇന്ന് മലപ്പുറം ഏരിയ പോലുള്ള സ്ഥലത്ത് ഒരുപാട് ഫുട്ബോൾ ആരാധകരുള്ള സ്ഥലമാണ്. മെസ്സി വരുന്നു കേരളത്തിലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏറെ സന്തോഷിച്ചു. ആദ്യം പറഞ്ഞു ആഗസ്റ്റിൽ വരുന്നു എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു നവംബറിലാന്ന് പറഞ്ഞു. ഇപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇവിടെ ആദ്യം കാര്യവട്ട സ്റ്റേഡിയത്തിലാന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് സ്റ്റേഡിയം മാറ്റി കലൂരേക്ക് പോയി. കലൂരത്തെ സ്റ്റേഡിയം ഇന്നെല്ലാം പൊളിച്ച് ലൈറ്റും എല്ലാം പൊളിച്ച് ഒരു വല്ലാത്ത അവസ്ഥയെ കിടക്കുകയാണ്. ഇനി അതൊക്കെ നേരെ ആകും എന്നുള്ളതിന് നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. കാര്യം നമുക്കറിയാം, പല സ്റ്റേഡിയങ്ങളും പൊളിച്ചു കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലാകാനായിട്ട് വലിയ കഷ്ടം തന്നെയാണ് കാണിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു സ്പോൺസർക്ക് എങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ ഒരാളിനെ, ഇത്രയും കേസുകെട്ടുകളുള്ള ഒരാളിന് എങ്ങനെയാണ് സ്പോൺസർഷിപ്പ് കൊടുത്തത്? ഇത്രയും കോടി രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പൈസയൊക്കെ ഉണ്ടോ എന്നുള്ളത് ഇതൊന്നും ചെക്ക് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ നമുക്കില്ലേ? നമുക്ക് ഇന്ന് ഞാനൊരു കാര്യം പറയാം, നമുക്ക് മെസ്സി വരണം, ഏറ്റവും നല്ലതാണ് കാര്യങ്ങൾ. അതിനൊരു പിന്നാമ്പുറം ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മുടെ കേരളത്തിലെ കായിക രംഗം എങ്ങോട്ടാണ് പോയേക്കുന്നത്? ഇന്നും നമ്മൾ കണ്ടല്ലോ, പിന്നെ സ്പോർട്സ് നടത്തുന്ന സമയത്ത് സ്കൂൾ മീറ്റ് നടക്കുമ്പോഴത്തേക്ക് ബാറ്റിന് പകരം കമ്പും കൊണ്ട് ഓടുന്ന പിള്ളേരും, ഇന്നിപ്പോ എന്താ ട്രിവാൻഡ്രത്ത് നടക്കുന്ന മത്സരം, സ്റ്റേറ്റ് ഒളിമ്പിക് മത്സരങ്ങളിൽ ബോൾ വാൾട്ട് ചാടാനായിട്ട് ഇല്ലിയുടെ കമ്പ് കൊണ്ടുവന്ന് ഒടിയുന്ന കമ്പുകളും ഒക്കെ ആയിട്ടുള്ള ലെവലിലാണ് നമ്മൾ കിടക്കുന്നത്. ആ ഒരു രംഗത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ വെറും സ്പോർട്സ് രംഗത്ത് സീറോയാണ് ഇന്ന് പോകുന്നത്. നമ്മുടെ കോച്ചസിന് തന്നെ ശമ്പളം കിട്ടിയിട്ട് ഒരുപാട് നാളായി. സ്പോർട്സ് കൗൺസിലിന്റെ പൈസ ഇല്ല. TV രാജ അവാർഡ് കൊടുത്തിട്ട് 3 വർഷമായി. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പുറത്തെ അവസ്ഥ, കായിക രംഗം ഇന്ന് കേരളത്തിൽ വളരെ പുറകോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് ഇതുപോലെ തന്നെ മെസ്സി വരുന്നത്. നല്ല കാര്യമാണ്, കായിക രംഗത്ത് കുറച്ച് ഉന്മേഷവും ഊർജ്ജവും ഒക്കെ വരുമല്ലോ. വേറെയുള്ള ഇവന്റുകൾക്കൊക്കെ ഇങ്ങനെ ഒരു വലിയ മത്സരം നടത്തുമ്പോൾ ഒരുപാട് പൈസകളും സ്പോൺസറും വരുന്നതുകൊണ്ട് മറ്റുള്ള ഇവന്റുകൾക്കൊക്കെ അതിന് ഡെവലപ്മെന്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അത്രയും ആശാവഹമല്ല കാര്യങ്ങൾ എന്നാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി പത്മിനി തോമസ് ഞങ്ങളോടൊപ്പം തത്സമയം പ്രതികരിച്ചത്.